ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന അവല് വെച്ചിട്ടുള്ള ഒരു അവലുണ്ടയാണ്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഈ അവലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഏലക്ക ചതച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് അളവിലുള്ള കോക്കനട്ട് എടുക്കുക. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കോക്കനട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷവും ആഡ് ചെയ്യാം കേട്ടോ. അതിൽ ഈർപ്പം കുറച്ച് വറ്റിച്ച ശേഷം ഞാനിപ്പോ ഇത് ഡയറക്റ്റ് തന്നെ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കോക്കനട്ടും സോൾട്ടും നമ്മുടെ ഏലക്കാത്തരിയും അവല് പൊടിച്ചതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ജാഗരി മെൽറ്റ് ചെയ്തെടുത്തത് വേണം. ഇതിന് ചൂടുണ്ട്. അപ്പം ആ ചൂടുള്ള ജാഗരി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ജാഗരിക്ക് ചൂടുണ്ട്. അപ്പൊ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ മിക്സ് ചെയ്താൽ മതിയാവും. ഇപ്പൊ ഞാനൊരു 1/4 കപ്പ് അളവിലുള്ള മെൽറ്റ് ചെയ്ത ജാഗരി ഒഴിച്ചിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യാനുസരണം പിന്നെ അത് ഇതുപോലെ പിടിക്കാൻ ടൈറ്റ് ആവണം. നമുക്ക് ആ ഒരു അളവിൽ നിങ്ങൾ മെൽറ്റ് ചെയ്ത ജാഗരി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇപ്പൊ തന്നെ അങ്ങ് ഒരു ചെറിയ ചൂടിൽ തന്നെ ഇതുപോലെ അങ്ങ് ബോൾസ് ആക്കുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് മുറുക്കണം. ഓക്കെ, ഇതുപോലെ. ഇപ്പൊ നമ്മുടെ അവലുണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല രുചിയും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് എടുക്കുമ്പോൾ മട്ട അവല തന്നെ എടുക്കുക, വെള്ള അവല എടുക്കാതിരിക്കുക. കാരണം മട്ട അവലാകുമ്പോൾ നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമുള്ള തവിട് കൂടി കിട്ടും. തീർച്ചയായിട്ടും ഈ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ തയ്യാറായി ചെയ്യണം. ബിക്കോസ് കുഞ്ഞുങ്ങൾ അവലായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു നോക്കൂ. നല്ലൊരു സ്നാക്ക് കൂടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.